ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ ഉത്തരാഖണ്ഡിലെ മൂന്നാമത്തെയും അവസാനത്തെയും ദിവസമാണ്. ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്നത് ഈ ലോകത്തെ തന്നെ യോഗ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്പിരിച്വാലിറ്റിക്കും അഡ്വഞ്ചർ ടൂറിസത്തിനും പ്രശസ്തി നേടിയ ഭാരതത്തിലെ ധാർമ്മിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഋഷികേശിലാണ് ഇന്നത്തെ വീഡിയോ. അവിസ്മരണീയമായ അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നതും സാഹസങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു കേന്ദ്രവുമായ ഋഷികേശ് ഹിമാലയ പർവ്വതത്തിലെ ഒരു ബേസ് ക്യാമ്പ് കൂടിയാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ ഐഷു, വെൽക്കം ടു ഋഷികേശ്. അങ്ങനെ ഞങ്ങളുടെ സ്കൂട്ടർ ഇവിടെ പാർക്ക് ചെയ്ത് ഋഷികേശിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങിട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഋഷികേശ് കാണാൻ ശരിക്കും ഹരിദ്വാർ പോലെ തന്നെയാണ്. കുറേ അമ്പലങ്ങളും ആശ്രമങ്ങളാണ് ഇവിടെയും ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥും കേദാർനാഥിലൊക്കെ പോകുന്നവരുടെ ഒരു താഴ്വരയാണ് ഈ ഋഷികേശ്. ഈ ഋഷികേശിൽ അമ്പലങ്ങളും ആശ്രമങ്ങളും കൂടാതെ തന്നെ വേറെ കുറേ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉണ്ട്. രാംജുല, ലക്ഷ്മൺ ജുല, പരമാർത്ഥ് നികേതൻ, ത്രിവേണി ഘാട്ട് പോലെയുള്ള കുറേ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം രാംജുല കാണാനാണ് പോകുന്നത്. രാംജുലയിലേക്കുള്ള കറക്റ്റ് വഴി അറിയാത്തതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഈ ഗൂഗിൾ മാപ്പ് ആയതുകൊണ്ട് തന്നെ ഏത് വഴി കൂടെ കൊണ്ടുപോകുന്നോ എവിടെ കൊണ്ടുപോകുന്നോ ഒന്നും അറിയത്തില്ല. എന്തായാലും പോയി നോക്കാം. ഞങ്ങൾ നടന്നു പോകുന്ന വഴി ഒരു പൂച്ചേനെ കണ്ടു കേട്ടോ. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ആശാന് വിശക്കുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഞങ്ങളോട് ഫുഡ് ചോദിച്ചു. പക്ഷെ ഞങ്ങളുടെ കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചുമ്മാ തല തടവിക്കൊടുത്തു. അങ്ങനെ ആശാൻ ഹാപ്പിയായി. എന്നിട്ട് ഞങ്ങൾ വീണ്ടും നടന്നു. ഈ ഗൂഗിൾ മാപ്പ് ഞങ്ങളെ ഏതൊക്കെയോ ബിൽഡിങ്സിന് ഉള്ളിലൊക്കെ കൂടിയാണ്ടോ കൊണ്ടുപോകുന്നത്. ഇത് എവിടെ എത്തിച്ചേരുന്നു പോലും അറിയത്തില്ല. എന്തായാലും പോയി നോക്കാം. ഗൂഗിൾ മാപ്പ് ചതിച്ചൊന്നുമില്ല കേട്ടോ. കറക്റ്റ് നമ്മളെ രാംജുലയ്ക്ക് അടുത്തുകൊണ്ട് എത്തിച്ചു. ഇതാണ് നമ്മുടെ രാംജുല. ഈ ജൂല എന്ന് പറഞ്ഞ ബ്രിഡ്ജാണ് കേട്ടോ. ഗംഗാ നദിക്ക് കുറുകെ വരുന്ന ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ് ഈ രാംജുല. രാംജുലയിൽ കയറുമ്പോൾ ഞാൻ വിചാരിച്ചു ദേവപ്രയാഗിലുള്ള ബ്രിഡ്ജ് പോലെ ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പെയിന്റിങ്സ് ഉണ്ടാവുന്നു. പക്ഷെ ഇവിടെ ഫുൾ പോസ്റ്റേഴ്സൊക്കെ ഒട്ടിച്ച് വൃത്തികേടാക്കിയിട്ടേക്കാണ് കേട്ടോ. ഞങ്ങളങ്ങനെ രാംജുലയ്ക്ക് മീതെ കൂടി നടക്കുവാണ് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് നോക്കിയാൽ നമുക്ക് ഗംഗാ നദി കാണാം. ഈ രാംജുല നിർമ്മിച്ചത് 1980s അതുപോലെ ഇതിന് 450 അടി നീളവുമുണ്ട്. ഈ പാലം ശരിക്കും കോൺക്രീറ്റ് വെച്ചിട്ടാണോ നിർമ്മിച്ചേക്കണേ. ഇതിന്റെ മുകളിൽ കൂടി 2 വീലറൊക്കെ പോവും. പക്ഷെ അത് റിസ്ട്രിക്റ്റഡ് ആണ്. നടന്നു പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് പെർമിഷൻ ഉള്ളത്. കോൺക്രീറ്റ് ചെയ്ത പോലെ തന്നെ ഉരുക്കുവടം വെച്ചിട്ടാണ് ഈ പാലം നിർമ്മിച്ചേക്കണത്. നമ്മൾ നടന്നു പോകുന്തോറും നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ ഗംഗാനദി കാണാം. അതുപോലെ ഋഷികേശിന്റെ ബാക്കി അട്രാക്ഷൻസും കാണാം. ഗംഗാനദിയിൽ കുറെ പേര് ബോട്ടിങ്ങും റിവർ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത് നമുക്ക് ഇവിടെ നിന്നാൽ കാണാം. അങ്ങനെ ഞങ്ങൾ രാംജുലയുടെ ഭംഗിയും കണ്ടിറങ്ങി. ഇവിടെ രാംജുല മാത്രമല്ല, ലക്ഷ്മൺ ജുല, ജാനകി ജുല എന്ന് പറഞ്ഞ വേറെ ബ്രിഡ്ജസും ഉണ്ട്. അതും കാണാനാണ് ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ രാംജുല കണ്ടിറങ്ങിയിട്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനായ ഗീത പ്രസ് അല്ലെങ്കിൽ ഗീത ആശ്രമം കാണാനാണ് പോകുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിയിൽ നമുക്ക് കുറേ ആശ്രമങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഇറങ്ങി വന്ന രാംജുലയുടെ വ്യൂ നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഋഷികേശ് യോഗ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതൽ ആൾക്കാരും തീർത്ഥാടനത്തെക്കാൾ ഉപരി യോഗ പഠിക്കാനും മെഡിറ്റേഷൻ പഠിക്കാനും ഒക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ യോഗ ആൻഡ് മെഡിറ്റേഷൻ ട്രെയിനിങ് സെൻറ്റർ ഒക്കെ ഉണ്ട്. നമ്മൾ അങ്ങനെ ഗീത ആശ്രമം കാണാനായിട്ട് നടക്കുവാണ് കേട്ടോ. പോകുന്ന വഴിയിലൊക്കെ കുറേ ഷോപ്പിംഗ് കടകളുണ്ട്. അതുപോലെ ചാറ്റ് സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ കൂടുതലും ഇവിടെ ഷോപ്പിംഗ് എന്ന് പറയുന്നത് ആർക്കിടെക്ചറൽ അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ് ഉള്ള സാധനങ്ങളാണ്. നമ്മുടെ ഹരിദ്വാറിലെ ഷോപ്പുകളിലൊക്കെ കൂടുതലും പൂജയ്ക്കുള്ള സാധനങ്ങളായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ആയി. അതും പ്രോഡക്ട്സ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇവിടുത്തെ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഗീത പ്രസ്സിലെത്തിട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഗീത പ്രസ് ഗോരഖ്പൂർ അല്ലെങ്കിൽ ഗീത ഭവൻ ആശ്രമം. ഈ ഒരു ലൊക്കാലിറ്റിയുടെ പേരാണ് സ്വർഗാശ്രമം. ഋഷികേശിലെ ഏറ്റവും വലുതും ജനപ്രിയവുമായ ആശ്രമങ്ങളിൽ ഒന്നാണ് ഈ കാണുന്ന ഗീതാഭവൻ.
അതുപോലെ ഗീതാ പ്രസിന്റെ ഒരു ഭാഗമാണ് ഗീതാഭവൻ ആശ്രമം. നമ്മൾ ആശ്രമത്തിൽ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം, ഇവിടെ സൈഡിലും ഇവിടുത്തെ മതിലിലൊക്കെ നമ്മുടെ ഭഗവത്ഗീതയുടെ ഓരോ ശ്ലോകങ്ങളും നല്ല ഭംഗിയോടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ആശ്രമത്തിൽ കൂടുതലും ഭഗവത്ഗീത പഠിക്കാൻ ആഗ്രഹമുള്ളവരാണ് വരുന്നത്. അവർക്ക് താമസിക്കാൻ ഏകദേശം 1000 മുറികൾ വരെ ഇവിടെയുണ്ട്. അതും കുറഞ്ഞ ചെലവിൽ നിൽക്കാം. അതിനൊപ്പം തന്നെ ലളിതമായ ഭക്ഷണവും കിട്ടും. ഈ ആശ്രമത്തില് പതിവായിട്ട് കുറെ സ്വാമിമാരൊക്കെ വന്ന് പ്രഭാഷണങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ടെന്നാട്ടോ ഞങ്ങൾ കേട്ടത്. ഈ ആശ്രമത്തിന് ഒരു ഭംഗി കണ്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഞങ്ങൾ ഹരിദ്വാറിൽ താമസിച്ച കാശിമഠ് ആശ്രമം പോലെ തോന്നി. കാരണം അവിടുത്തെ പോലെ നല്ല ഭംഗിയുള്ള ഗാർഡനും റൂമൊക്കെ ഇവിടെയും ഉണ്ട്. ആശ്രമത്തിന് ചുറ്റിനും നമ്മൾ നടക്കുമ്പോൾ കാണാം, ഈ സൈഡിലും നേരത്തെ കണ്ട പോലെ ഭഗവത്ഗീതയുടെ ഓരോ ശ്ലോകങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഗീതാ ആശ്രമം അല്ലെങ്കിൽ ഗീതാ പ്രസ് ലോകത്തിലെ പല ഭാഗങ്ങളിലും നമ്മുടെ ഭഗവത്ഗീത അതുപോലത്തെ പുരാണ പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പുരാണ പുസ്തകങ്ങളായ ഭഗവത്ഗീത, രാമായണം, ഭാഗവതം പോലെയുള്ള ബുക്സ് നമുക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ ഹിന്ദിയിലും മലയാളത്തിലും സാൻസ്ക്രിറ്റിലും ഇംഗ്ലീഷിലും ഒക്കെ ഈ കാണുന്ന ഷോപ്പിൽ കിട്ടുന്നതാണ്. നമുക്ക് ഇവിടെ വന്ന് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിലെ ഫോൺ നമ്പറിൽ നോക്കി ഇവരോട് പറഞ്ഞ് ഓർഡർ ചെയ്താൽ നമുക്ക് വീട്ടിൽ വരെ ഇവർ കൊറിയർ ചെയ്ത് തരുമെന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഭഗവത്ഗീതയും രാമായണം പോലത്തെ പുസ്തകങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങാൻ പോയില്ല. അങ്ങനെ ഗീതാഭവന്റെ ഭംഗിയും കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനായ പരമാർത്ഥ് നികേതൻ കാണാൻ ഞാനിപ്പോൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പരമാർത്ഥ് നികേതന്റെ അവിടെ എത്തിയിട്ടോ. ഈ കാണുന്നത് പരമാർത്ഥ് നികേതന്റെ ഓപ്പോസിറ്റിലൊരു ഘാട്ടാണ്. ഇതാണ് പരമാർത്ഥ് നികേതൻ. ഈ ഋഷികേശിലെ ഫേമസ് ആയിട്ടുള്ളതും ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ആശ്രമമാണ് ഈ പരമാർത്ഥ് നികേതൻ. അപ്പോൾ ഈ ആശ്രമത്തിനുള്ളിൽ കയറുന്നതിന് മുന്നേ നമുക്ക് ഈ ഘാട്ട് സെക്ഷൻ എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ടും വരാം. ഈ ഘാട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഘാട്ടിന്റെ സൈഡിൽ നെഞ്ചി പിളർന്ന് നിൽക്കുന്ന ഒരു ഹനുമാനെ കാണാം. അതുപോലെ അതിന് അടുത്തായിട്ട് ഇവിടെ ഒരു അമ്പലം കൂടിയുണ്ട്. അത് കഴിഞ്ഞ് ഗംഗാ നദി കാണാൻ ഇറങ്ങാനുള്ള എൻട്രൻസിന് മുകളിൽ തന്നെയായിട്ട് നമുക്കൊരു പാർത്ഥസാരഥി സ്റ്റാച്ചു കൂടി കാണാം. ഇതാണ് നമ്മുടെ പരമാർത്ഥ് നികേതന്റെ ഓപ്പോസിറ്റുള്ള ഗംഗാ നദി. ഇവിടെ വൈകുന്നേരം ഗംഗാ ആർത്തിയൊക്കെ നടക്കാറുള്ളതാണ്. പരമാർത്ഥ് നികേതന്റെ വകയാണ് ഗംഗാ ആർത്തി നടത്തുന്നത്. ഗംഗാ നദിയുടെ നടുവിലായിട്ട് തന്നെ നമുക്ക് ഒരു ശിവഭഗവാന്റെ സ്റ്റാച്ചു കാണാം. 2013 ഋഷികേശിൽ ലാൻഡ് സ്ലൈഡ് വന്നപ്പോൾ ഈ സ്റ്റാച്ചു പകുതി മുക്കാലും മുങ്ങിപ്പോയതായിരുന്നു. ഇപ്പോൾ ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാർ. ഇവിടെ നിൽക്കുമ്പോൾ വേറൊരു വൈബായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു 5 മിനിറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇനി ഞങ്ങൾ പരമാർത്ഥ് നികേതൻ ആശ്രമത്തിനുള്ളിൽ കയറാൻ പോവാണ്. കയറുമ്പോൾ തന്നെ നമുക്ക് 2 കടകൾ കാണാം. ഒരു കട പൂട്ടിയിട്ടേക്കുമായിരുന്നു. മറ്റേ കടയിൽ കൂടുതലും ആർക്കിടെക്ചർ ആയിട്ടുള്ള സാധനങ്ങളും രുദ്രാക്ഷവും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ഈ ആശ്രമവും സ്വർഗാശ്രം എന്ന് പറഞ്ഞ ലൊക്കാലിറ്റി തന്നെയാണുള്ളത്. ഈ ആശ്രമത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ യോഗ, മെഡിറ്റേഷൻ, സത്സംഗ്, പിന്നെ ബാക്കി നമ്മുടെ പ്രേയേഴ്സ് ഒക്കെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ പഠിക്കാനായിട്ട് ഫോറിനേഴ്സ് വരെ ഇവിടെ വരാറുണ്ട്. ഈ വരുന്ന കുട്ടികളൊക്കെ ഇവിടെ വേദങ്ങളും പുരാണങ്ങളൊക്കെ പഠിക്കാൻ വരുന്നവരാണ്. നമ്മൾ ആശ്രമത്തിൽ കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഗാർഡൻ കാണാം, ഫൗണ്ടനൊക്കെ ആയിട്ട്. അതുപോലെ നമുക്ക് ഇരുന്ന് വിശ്രമിക്കാൻ കുറേ ചെയേഴ്സ് പോലെ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. നമ്മൾ ഉള്ളിലേക്ക് നടക്കുമ്പോഴേക്കും നമുക്ക് ഭഗവാൻ ശിവന്റെ ഡമരു പിടിച്ചു നിൽക്കുന്ന ഒരു സ്റ്റാച്ചു കാണാം. പെട്ടെന്ന് നോക്കിയാൽ നമ്മൾ സെൽഫി എടുക്കാൻ നിൽക്കണ പോലെ നമുക്ക് തോന്നത്തുള്ളൂ. ഇതിൻ്റെ ബാക്കിൽ തന്നെ ഒരു ആർക്കിൽ നമ്മുടെ 7 സ്റ്റേജസ് ഓഫ് ലൈഫ്, നമ്മുടെ ജന്മം മുതൽ മരണം വരെ ഉള്ള ഒരു സൈക്കിളാണ് ഈ ആർക്കിൽ കാണിക്കുന്നത്. അതുപോലെ ഗാർഡൻ്റെ ഓരോ കോർണറിലും നമ്മൾ ഹിന്ദു ദൈവത്തിൻ്റെ ഓരോ സ്റ്റാച്ചു പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ഈ സ്റ്റാറ്റ്യൂസ് ഒക്കെ ആൾക്കാർ വന്ന് തൊട്ട് നശിപ്പിക്കാണ്ടിരിക്കാൻ തന്നെ ഇവരിങ്ങനെ വീട് പോലെയാണ് ഇത് പണിത് വെച്ചേക്കുന്നത്. ഈ ആശ്രമം ജാതി മതഭേദമില്ലാതെ എല്ലാവരെയും പ്രവേശിപ്പിക്കുന്ന ഒരു ആശ്രമം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫോറിനേഴ്സ് വരെ യോഗയും മെഡിറ്റേഷനും ഒക്കെ പഠിക്കാൻ വരുന്നുണ്ട്. ഇവിടെ വരുന്നവർക്ക് താമസിക്കാൻ ഇവിടെ റൂംസ് ഒക്കെ അവൈലബിൾ ആണ്. ഇവിടെ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്താൽ നമുക്കത് കിട്ടും. ഈ ആശ്രമത്തിൽ യോഗ മെഡിറ്റേഷൻ ഒക്കെ പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലിനിക്കും കൂടിയുണ്ട്. ഇത് വലിയൊരു ആശ്രമം ആയതുകൊണ്ട് തന്നെ കുറേ ഉണ്ട് കാണാൻ. നമ്മളിവിടെ നടക്കുമ്പോഴൊക്കെ നമുക്കൊരു പോസിറ്റീവ് ഫീൽ കിട്ടണ പോലെയാണ് കേട്ടോ. ഇവിടെ ഭഗവാൻ വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളായ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. അതിനൊപ്പം തന്നെ ഭഗവാൻ വിഷ്ണുവിൻ്റെ ബാക്കി പല രൂപങ്ങളായ മോഹിനി, യജ്ഞപുരുഷൻ, ഹയഗ്രീവ്, ധ്രുവനാരായണൻ, കപില ഋഷി, ഹംസം, ബുദ്ധൻ, തിരുപ്പതി ഭഗവാൻ പോലെയുള്ള വേറെ പല സ്റ്റാറ്റ്യൂസും നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊക്കെ നല്ല ഭംഗിയോടെ ഇവിടുത്തെ ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആശ്രമത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ആശ്രമത്തിൽ തന്നെയുള്ള ഒരു ക്യാൻറ്റീനിൽ കയറി ലഞ്ച് കഴിക്കാൻ. ഇവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സെൽഫ് സർവീസ് ആണ്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുക, ടോക്കൺ എടുക്കുക, എന്നിട്ട് ടേബിളിൽ പോയി ഇരിക്കുക. എന്നിട്ട് ആ ടോക്കൺ അവർ വിളിക്കുമ്പോൾ നമ്മൾ പോയി കളക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇവിടുത്തെ ക്യാൻറ്റീനിൽ. ഇപ്പോൾ ലഞ്ചും കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനായ ലക്ഷ്മൺ ചുല കാണാൻ പോവുകയാണ് കേട്ടോ. ആശ്രമങ്ങളിലല്ലാണ്ട് തന്നെ പുറത്തും കുറേ പ്രൈവറ്റ് ആയിട്ടുള്ള യോഗ, മെഡിറ്റേഷൻ, സ്ട്രെസ് മാനേജ്മെൻ്റ് ഒക്കെ പഠിപ്പിക്കുന്ന കുറേ സെൻറ്റേഴ്സും ഉണ്ട്. ഈ ഋഷികേശ് കറങ്ങാനും നമുക്ക് ബൈക്കൊക്കെ റെൻറ്റിനെടുക്കാം, ഞങ്ങളെടുത്ത പോലെ. അതുപോലെ ടാക്സീസും അവൈലബിൾ ആണ്. അതുപോലെ സ്പാ പോലത്തെ വെൽനസ് സെൻറ്റേഴ്സൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ. വൈകുന്നേരത്തെ സമയങ്ങളിൽ നമുക്ക് ഇവിടെ ഇരുന്ന് വിശ്രമിച്ച് ഗംഗാ നദിയുടെ ഭംഗി ആസ്വദിക്കാം. അതിനായിട്ട് കുറേ ചെയേഴ്സ് പോലെയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഋഷികേശിൽ വന്ന് സ്റ്റേ ചെയ്യാൻ കൂടുതലും ആശ്രമങ്ങളാണുള്ളത്. പക്ഷേ ഒറ്റയ്ക്ക് വരുന്നവർ, അതായത് ബാക്ക് പാക്കേഴ്സോ ബാച്ചിലേഴ്സോ, അവരൊക്കെ വന്നാൽ അവർക്ക് നിൽക്കാൻ ഹോസ്റ്റൽ ഫെസിലിറ്റി പോലത്തെ ഹോസ്റ്റലും കൂടി ഇവിടെയുണ്ട്. ഈ കാണുന്നതാണ് ഹോസ്റ്റൽ. ഇതിനെ ബാക്ക് പാക്കേഴ്സ് ഹോസ്റ്റൽ എന്ന് പറയും. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ ഫാമിലി ആയിട്ട് വരുന്നതെന്നുണ്ടെങ്കിലും മഠത്തിൽ താമസിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് ചെറിയ ചെറിയ ഹോം സ്റ്റേസും ഇവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ലക്ഷ്മൺ ചൂല കാണാനായിട്ട് നടക്കുവാണ് കേട്ടോ. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സും കഫേയും കുറേ ഷോപ്പിംഗ് കടകളൊക്കെ ഉണ്ട്. അതുപോലെ യോഗ പഠിപ്പിക്കുന്ന കുറച്ച് പ്രൈവറ്റ് സ്ഥാപനങ്ങളും ആർക്കിടെക്ചറൽ ഐറ്റംസ് വിൽക്കുന്ന കടകൾ വരെയുണ്ട്. അതുപോലെ ഇവിടെയും കുറേ സ്പാ സെൻറ്റേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ ഈ റോഡ് ചെറിയ റോഡാണ്, വലിയ വണ്ടിയൊന്നും പോകത്തില്ല. ബൈക്ക് പോലത്തെ 2 വീലേഴ്സേ പോകത്തുള്ളൂ. ഞങ്ങളങ്ങനെ നടന്ന് ലക്ഷ്മൺ ചുലയ്ക്ക് അടുത്ത് എത്തിയിട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഇത് മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ട് ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. ഇത് റിനോവേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇവിടെ പാരലായിട്ട് പുതിയൊരു ബ്രിഡ്ജും കൂടി വരാൻ പോവാന്നാട്ടോ ഞങ്ങൾ കേട്ടത്. ഈ നേരെ കാണുന്നതാണ് ത്രയംബകേശ്വർ ടെമ്പിൾ. ഇതൊരു 13 നിലയിലെ അമ്പലമാണ്. അതുകൊണ്ട് തന്നെ തേരാ മൻസിൽ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. പ്രധാന പ്രതിഷ്ഠ ഭഗവാൻ ശിവനാണ്. അതിനൊപ്പം തന്നെ വേറെ കുറേ ദൈവങ്ങളുടെ വിഗ്രഹങ്ങളും ഇവിടെ ഉണ്ട്. ഇതിനു മുന്നേ ഋഷികേശിൽ വന്നപ്പോൾ ഞങ്ങൾ ഈ അമ്പലത്തിൽ കയറിയതാണ് കേട്ടോ. പക്ഷേ ഇന്ന് നമുക്കിവിടെ കയറാനുള്ള സമയമില്ല. കാരണം ഞങ്ങൾക്ക് ഹരിദ്വാറിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാനുള്ള ട്രെയിൻ 6:30 മണിക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ റെൻറ്റിനെടുത്ത സ്കൂട്ടറും തിരിച്ചു കൊടുത്ത് കാശി മഠത്തിൽ നിന്ന് ചെക്കൗട്ടും ചെയ്ത് വേണം നമുക്ക് പോകാൻ. ഈ ഋഷികേശിൽ ഇനിയും കുറേ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല.
അങ്ങനെ ഞങ്ങളുടെ 3 ദിവസത്തെ ഉത്തരാഖണ്ഡ് ട്രിപ്പ് ഇവിടെ തീരുവാണ് കേട്ടോ. ഈ 3 ദിവസം കൊണ്ട് കുറേ വ്യത്യസ്തമായ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 ദിവസത്തെ ഉത്തരാഖണ്ഡ് സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വിശേഷങ്ങളും വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ.